മലപ്പുറം കിച്ചൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചെമ്മീൻ മജ്ബൂസാണ്. അപ്പോൾ ഇത് പല രീതിയിൽ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു രീതിയിലാണ് ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 2 കപ്പ് ബസ്മതി റൈസ് ഒന്ന് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം 10-15 മിനിറ്റായി. ഇത് നമുക്കൊരു അരമണിക്കൂർ മുതൽ 1.5 മണിക്കൂർ വരെ ഒന്ന് കുതിർത്തിയെടുക്കണം. മിനിമം എന്തായാലും ഒരു അരമണിക്കൂർ കുതിരാനായിട്ട് വെക്കണം. അപ്പോൾ ആദ്യം ഒന്ന് റൈസ് നല്ലപോലെ 3-4 പ്രാവശ്യം കഴുകിയതിന് ശേഷമാണ് വെള്ളത്തിലിട്ട് വെക്കേണ്ടത്. പിന്നെ കുതിർന്നതിന് ശേഷം അരി ഒരിക്കലും കഴുകരുത്, കാരണം അത് പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നല്ലപോലെ കഴുകിയതിന് ശേഷം നല്ല വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കുക. ഒരു അരമണിക്കൂർ മുതൽ 1.5 മണിക്കൂർ വരെ കുതിരാനായിട്ട് വെക്കാം, മിനിമം അരമണിക്കൂർ. ഇനി ഇതിലേക്ക് ഞാനൊരു 25 പ്രോൺസ് എടുത്തിട്ടുണ്ട്. ചെമ്മീൻ തോടോട് കൂടിയ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. സ്കിന്ന് ഒഴിവാക്കാതെയാണ്, പക്ഷേ ഇതിൻ്റെ തലഭാഗം ഒഴിവാക്കിയിട്ടുണ്ട്. തലഭാഗം ഒഴിവാക്കിയിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ തലഭാഗം വെച്ചിട്ടും എടുക്കാം. അതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ തൊലി ഒഴിവാക്കിയ ചെമ്മീൻ ഒരു 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് വേണം അത് ചേർക്കാനായിട്ട്. ഇത് ഞാനൊരു മീഡിയം സൈസ് ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ വലിയ ചെമ്മീൻ കിട്ടും, അതും യൂസ് ചെയ്യാം. പക്ഷേ ഈ ഒരു വലുപ്പത്തിലുള്ള ചെമ്മീനാണ് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. ഇനി ഇതൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് പെപ്പർ പൗഡറാണ്. 1 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെപ്പർ പൗഡറും മുളക് പൊടിയും കൂടിയുള്ള ആ ടേസ്റ്റ് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തു. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഉപ്പാണ്. അത് ഈ മസാലയിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് കൂടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് വേണ്ട ഉപ്പിട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ടത് ക്യാപ്സിക്കം പേസ്റ്റാണ്. ഇത് ഞാൻ ഒരു ക്യാപ്സിക്കൻ്റെ പകുതി എടുത്തിട്ട് ഗ്രൈൻഡറിൽ എടുത്തിട്ട് നല്ല പോലെ ഒന്ന് പേസ്റ്റ് ആക്കിയതാണ്. വെള്ളം ചേർക്കരുത് കേട്ടോ. വെള്ളം ചേർക്കാതെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് ഗ്രൈൻഡറിൽ നല്ല പോലെ ഒന്ന് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇതൊരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ക്യാപ്സിക്കം പേസ്റ്റാണ് നമുക്കിതിൻ്റെ ടേസ്റ്റ് തന്നെ നിയന്ത്രിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് ഇതിലേക്ക് 1 ടീസ്പൂൺ ഒലിവ് ഓയിലാണ്. അപ്പോൾ ഇതിലേക്ക് 3 ഓയിൽ ഞാൻ ചേർക്കുന്നുണ്ട്. ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിലും യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഗീയും ചേർക്കുന്നുണ്ട്, നെയ്യും ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഈ മസാല എല്ലാം നല്ല പോലെ ഒന്ന് മിക്സ് ആയതിനു ശേഷം ആദ്യം നമുക്കിതിന് കുറച്ച് കൂടുതൽ മസാല ഇതിലേക്കാണ് തേച്ച് കൊടുക്കേണ്ടത്. നമ്മൾ തോടോട് കൂടിയ ചെമ്മീനിലേക്കാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കാരണം നമുക്കിത് ഗ്രില്ല് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതൊരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് സൈഡിലേക്ക് മാറ്റി വെക്കാം. അരമണിക്കൂറിന് ശേഷം നമുക്കിത് ഓവനിൽ വെച്ചിട്ട് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് മസാല തേച്ച് കൊടുക്കുക. പിന്നെ ബാക്കിയുള്ള മസാല നമ്മൾ തോല് ഒഴിവാക്കിയ ഈ ചെമ്മീനിൽ തേച്ച് പിടിപ്പിക്കുക. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ലേശം കുറച്ച് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം ഉടൻ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉടൻ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ ചെമ്മീൻ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് മറ്റെല്ലാ ഇതും ചെയ്യണം. മസാലകൾ തയ്യാറാക്കണം, വെള്ളം തിളപ്പിക്കാൻ വെക്കണം, ഒക്കെ ചെയ്യണം. അപ്പോൾ ഒരു ബർണറിൽ നമുക്കിത് ഫ്രൈ ചെയ്യാൻ വെക്കാം. ഇനി നമുക്കിതിലേക്കുള്ള വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് 3/4 കപ്പ് വെള്ളം ഞാൻ ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ 2 കപ്പ് റൈസാണല്ലോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനാണ് 3.25 കപ്പ് വെള്ളം എടുത്തിട്ടുള്ളത്. 3.25 കപ്പ് ഇട്ടാവും. ശരിക്കും 4 കപ്പാണ് വേണ്ടത്. അതിന് 3.25 കപ്പ് എടുത്തിട്ടുള്ളൂ. 1/4 കപ്പ് കുറവാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അടുപ്പത്ത് തിളപ്പിക്കാനായിട്ട് വെക്കാം. ഇനി ഇതിലേക്ക് മറ്റുള്ള ചേരുവകൾ 1 ഉള്ളി, 1 തക്കാളി, 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ 3 പച്ചമുളക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ക്യാപ്സിക്കം അരച്ചത് ആദ്യം തന്നെ ഉണ്ടായിരുന്നല്ലോ, അതും വേണം. പിന്നെ നമുക്ക് കുറച്ച് കാഷ്യൂസും വേണം. അപ്പോൾ ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നല്ല പ്യുവർ ഗീ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നാലേ നമ്മളെ മജ്ബൂസിന് നല്ലൊരു ഫ്ലേവർ കിട്ടുള്ളൂ. ഡാൽഡ ഒന്നും ചേർക്കരുത്, പ്യുവർ ഗീ തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 10-20
കാഷ്യൂസ് ചേർത്ത് കൊടുക്കാം, അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് അണ്ടിപ്പരിപ്പ് നിന്ന് എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ, സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ആ ബാക്കിയുള്ള ഗീയിലേക്കാണ് ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ കാഷ്യൂസ് ഫ്രൈ ചെയ്ത ഗീ അതിലുണ്ടാവും പാനിൽ, അത് ഒഴിവാക്കരുത്. അതിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ പൊടിക്കാത്ത ഗരം മസാല, അതായത് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബേ ലീഫ് ഉണ്ടെങ്കിൽ ബേ ലീഫ് ചേർക്കാം. ഇതും എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഗരം മസാലയൊക്കെ ഒന്ന് ഈ എണ്ണയിൽ കിടന്ന് ഫ്രൈ ആകുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. ആ സ്മെല്ല് വരുന്ന സമയത്ത് നമുക്കിതിലേക്കൊരു ബ്ലാക്ക് ലെമൺ ഇട്ട് കൊടുക്കാം. ഈ ബ്ലാക്ക് ലെമൺ ഇതിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് മാറ്റി വെക്കണം കേട്ടോ. അത് നല്ലൊന്ന് ഫ്രൈ ആയതിന് ശേഷം അതായത് ഇട്ട് വെച്ചാൽ അതിങ്ങനെ കുതിർന്നിട്ട് ഉടഞ്ഞു പോവും. അപ്പോൾ നമ്മൾ റൈസ് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഇതിനെടുത്ത് വെക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കേണ്ടത്. സവാള ഇട്ട് കൊടുക്കാം. ഇതിൽ നിന്ന് സവാള ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് സോഫ്റ്റായി വരണം. അപ്പോൾ നമുക്ക് ഈ ബ്ലാക്ക് ലെമൺ ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇത് നമുക്കിനി ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. ഇത് നമ്മൾ അണ്ടിപ്പരിപ്പ് വറുത്ത് വെച്ച ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് ഈ സവാള നല്ലപോലെ ഒന്ന് സോഫ്റ്റായി വരണം. നല്ല ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവേണ്ട, ഒന്ന് ജസ്റ്റ് സോഫ്റ്റ് ആയാൽ മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. സവാള അത്യാവശ്യം നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇട്ട് കൊടുക്കേണ്ടത്. നമുക്ക് കൂടുതൽ അളവ് ചെയ്യുമ്പോഴും നല്ല എളുപ്പമാണ്, ഇത്ര തന്നെ പണി ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ 1/2 കിലോ റൈസ് കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്, 2 കപ്പ് റൈസ് കൊണ്ടാണ്. നമുക്ക് കൂടുതൽ അളവ് ആകുമ്പോൾ അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. എന്തായാലും അരി എത്ര അളവിലെടുക്കുന്നോ അത്രയും അളവിൽ ചെമ്മീൻ എടുക്കുക. തൊലി ഒഴിവാക്കിയ ചെമ്മീൻ ഇട്ടാൽ, മറ്റേത് ഓപ്ഷനിലാണ് ഗ്രില്ല് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത്. അത് ഞാനൊരു കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്ത് കൊടുത്തെന്ന് മാത്രം. അപ്പോൾ ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ക്യാപ്സിക്കം അരച്ചതാണ്, 2-2.5 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം അരച്ച് ചേർത്ത് കൊടുക്കാം. ഈ ക്യാപ്സിക്കം അരച്ച് കൊടുക്കുന്നതിന് ഇതിൻ്റെ ഒരു പൗഡർ വാങ്ങാൻ കിട്ടും, പാപ്രിക്ക പൗഡർ എന്ന് വെച്ചിട്ട് എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്നുണ്ട്. അതും ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ ക്യാപ്സിക്കം പേസ്റ്റ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് മന്തി മസാലയാണ്. മന്തി മസാല 2 ടീസ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മന്തി മസാല ഇല്ലെങ്കിൽ കപ്സ മസാല, മജ്ബൂസ് മസാല, അങ്ങനെ പല മസാലകളും ഉണ്ടാവും മാർക്കറ്റിൽ. അതിൽ ഏത് മസാല ആണോ നിങ്ങളുടെ അടുത്തുള്ളത് അതിട്ട് കൊടുത്താൽ മതി. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ ഫിഷ് മസാല ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി. പിന്നെ ഗരം മസാല 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെയൊക്കെ കുറഞ്ഞൊരു മസാലപ്പൊടികൾക്കൊക്കെ കുറഞ്ഞൊരു ചേരുവകളുടെ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏതിട്ടാലും ഏകദേശം ഒരേ ടേസ്റ്റ് തന്നെയാണ്. ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഈ മസാലയിലേക്ക് വേണ്ട ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ആ എടുത്ത് വെച്ച 3 പച്ചമുളക് ഇനി ഇതിട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെക്കാം. എല്ലാം ഒന്ന് സോഫ്റ്റായിട്ട് വരണം, നമ്മൾ മസാലകളൊക്കെ ഒന്ന് വേവണം. ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് വീണ്ടും തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതിലേക്ക് വാർത്ത് വെച്ച അരി ഇട്ട് കൊടുക്കാം. ഞാൻ സവാള ഇട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അരി വാരാനായിട്ട് വെച്ചിരുന്നു കേട്ടോ. ആ സമയത്ത് പറയാൻ മറന്നു പോയതാണ്. ഒരു 5 മിനിറ്റ് വാർത്ത് വെച്ചാൽ മതി, അരിയിലെ വെള്ളം ഫുള്ള് പോയി കിട്ടും. ഒരു സ്റ്റെയിനറിലേക്ക് വാരി വെച്ചാൽ മതി. ഇനി നമുക്ക് അരി ഇട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് ഇതിൽ കിടന്നിട്ട് ഒന്ന് വറക്കണം കേട്ടോ. ആ അരിയിലുള്ള വെള്ളത്തിൻ്റെ അംശങ്ങളൊക്കെ ഒന്ന് പോവണം. ഈ മസാലയിൽ കിടന്നിട്ട് ഈ മസാലയൊക്കെ ഈ അരിയിൽ ഒന്ന് പിടിക്കും വേണം. അപ്പോൾ നമ്മൾ ആ റൈസ് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. നമ്മൾ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി അടച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 5 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഈ കിടന്നിട്ട്. അപ്പോൾ നമ്മൾ അരി തൊട്ട് നോക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും അരി നല്ല ഒരു ഡ്രൈ ആയി വരുമ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ തിളപ്പിക്കാൻ വെച്ചിരുന്നല്ലോ വെള്ളം അളന്നിട്ട് 3.25 കപ്പ് വെള്ളം ഞാൻ തിളപ്പിക്കാനായിട്ട് മാറ്റി വെച്ചിരുന്നു. ആ വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പൊക്കെ ഒന്ന് നോക്കുക. ഉപ്പൊക്കെ പാകമാക്കിയിട്ട് ഒന്ന് നമുക്ക് അടച്ചു വെക്കാം. നല്ലപോലെ തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഒന്ന് അടച്ചു വെക്കാം. വെള്ളം വറ്റുന്നത് വരെ ഒന്ന് അടച്ചു വെക്കാം. ഇനി വെള്ളം വറ്റലാണ് നമുക്കിതിൻ്റെ പാകം, അതായത് ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് വെള്ളം വറ്റി കിട്ടണം. ഇനി നമുക്ക് അടച്ചു വെക്കാം. ഈ സമയത്ത് നമുക്ക് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വെച്ച ചെമ്മീനുണ്ടല്ലോ, തോടോട് കൂടിയ ചെമ്മീനും അതൊന്ന് ഗ്രില്ല് ചെയ്യാൻ വെക്കാം. അതിനായിട്ടൊരു ട്രേയിൽ ഞാൻ ഗ്രില്ല് ചെയ്യുന്ന ട്രേയിൽ ഒരു ഓയിൽ തടവി കൊടുത്തിട്ടുണ്ട്. ഒലിവ് ഓയിലാണ് കേട്ടോ ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് ചെമ്മീൻ നന്നായിട്ട് നിരത്തി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഓവനിലേക്ക് വെക്കാം.
ഓവനിലേക്ക് വെച്ചിട്ട് നമുക്കിത് ഗ്രിൽ മോഡിൽ സെറ്റ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം ഓവൺ തുറന്നിട്ട് പിന്നെ നമുക്ക് ഇത് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടി ഗ്രിൽ ചെയ്തെടുക്കാം. അങ്ങനെ മൊത്തം 15 മിനിറ്റാണ്. ആദ്യം 10 മിനിറ്റ്, പിന്നെ അതൊന്ന് തിരിച്ചിട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ്. 15 മിനിറ്റ് കൊണ്ട് നമ്മളെ ചെമ്മീൻ നല്ല പോലെ ഗ്രില്ലായി കിട്ടും. അത് തികച്ചും ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ ചെയ്താൽ മതി. ഇങ്ങനെ തന്നെ ചെമ്മീൻ മജ്ബൂസ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഈ സമയം ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ നല്ല പോലെ വെള്ളം വറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ക്യാപ്സിക്കം ഏകദേശം ഒരു 100 ഗ്രാമും ചെറുതായി കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം ഞാൻ 3 കളറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. റെഡും ഗ്രീനും യെല്ലോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ലെമൺ ഉണ്ടല്ലോ, ബ്ലാക്ക് ലെമൺ, അതും കൂടി ഇട്ട് കൊടുക്കാം. ഉണങ്ങിയ നാരങ്ങ കൂടി ഇട്ട് കൊടുക്കാം. ഇനി നല്ല പോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്യാൻ വെച്ച ചെമ്മീനുണ്ടല്ലോ, തൊലി കളഞ്ഞ ചെമ്മീൻ, 2 കപ്പ് ചെമ്മീൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ അതിൽ ഫ്രൈ ചെയ്ത അതിൻ്റെ മസാലകളൊക്കെ ഉണ്ടാവും, അതും കൂടി ഒന്ന് നല്ല പോലെ ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, ഒന്ന് വടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. കാരണം ആ ഒരു മസാല കൂടി ഈ റൈസിൽ ചേർക്കുമ്പോഴേ നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ. നമ്മൾ ചെമ്മീൻ്റെ ആ ഫ്ലേവറും ടേസ്റ്റൊക്കെ ഒന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ അതും കൂടി ഇതിലേക്ക് വേണം. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് 10 മിനിറ്റ് ഒന്ന് ദമ്മിടാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നല്ല പോലെ ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു തട്ട് എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഈ പാത്രം വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ദമ്മിടാം. അത് കഴിഞ്ഞ് 10 മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതുപോലെ തട്ട് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ്, അത് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞതിന് ശേഷം മാത്രം തുറന്നാൽ മതി. ഈ സമയത്ത് നമ്മുടെ ഗ്രില്ല് ആക്കാൻ വെച്ചിരുന്ന ചെമ്മീൻ നല്ലപോലെ ഗ്രില്ലായി വന്നിട്ടുണ്ട്, നല്ല പോലെ ആയിട്ടുണ്ട് കേട്ടോ, നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 10 മിനിറ്റിന് ശേഷം ഞാനൊരു പ്ലേറ്റിലേക്ക് നമ്മുടെ മജ്ബൂസ് വിളമ്പിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അതിട്ട് കൊടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് തികച്ചും ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഓവൺ ഉണ്ടെങ്കിലൊക്കെ ചെയ്താൽ മതി. ഇത് പക്ഷേ നല്ല കാണാൻ ഭംഗിയാണ്, പക്ഷേ ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റും കേട്ടോ. നമുക്ക് മീനൊക്കെ ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഗ്രില്ല് ചെയ്തിട്ട് കഴിക്കാൻ പറ്റും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച കാഷ്യൂസും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അടിപൊളി മജ്ബൂസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. എന്തായാലും ചെമ്മീൻ കിട്ടുന്ന ഒരു ദിവസം നിങ്ങൾ എന്തായാലും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ ഒരു മജ്ബൂസ് ഞാൻ പല രീതിയിലും ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇത്ര ടേസ്റ്റ് ആയിട്ടുള്ളൊരു മജ്ബൂസ് ഈ ഒരു രീതി ചെയ്തപ്പോഴാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരേക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്തൊരു എപ്പിസോഡിൽ നല്ലൊരു വിഭവമായിട്ട് ഇൻഷാ അല്ലാഹ് കാണാം. എല്ലാവർക്കും എൻ്റെ നന്ദി.